അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് കളിക്കാൻ മാത്രം ഈ കോൺഗ്രസ്സുകാർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഇതിപ്പോ ഇടതും വലതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലൊരു പൊതുവഴിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. ആ വെള്ളക്കെട്ട് കാരണം യാത്രക്കാർ വലയുകയാണ്. നാടിന് നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ യാത്ര തടസ്സപ്പെടാതിരിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ മുന്നിട്ടിറങ്ങി ആ ചാലിലെ തടസ്സം മാറ്റി വെള്ളം ഒഴുക്കി വിടുന്നു. സാധാരണഗതിയിൽ നാടൊട്ടുക്കും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയോ? ആ അഴുക്കുചാൽ തുറന്നു വിട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് പൊതുരംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന ജനപ്രതിനിധിക്കെതിരെ പോലീസ് ചുമത്തിയത് എന്താണെന്നറിയുമോ? ജാമ്യമില്ലാത്ത, ജീവിതകാലം മുഴുവൻ അപമാനത്തിന്റെ നിഴലിൽ നിർത്താൻ പോകുന്ന പോക്സോ കേസ്. കേട്ടത് തെറ്റല്ല. വഴിയിലെ വെള്ളക്കെട്ട് ഒഴുക്കി വിട്ടതിന് പോക്സോ കേസ്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ആടിനെ പട്ടിയാക്കാമെന്നും എതിർത്ത് നിൽക്കുന്നവന്റെ മേൽ എന്തും കെട്ടിവെച്ച് അവനെ നിശബ്ദനാക്കാമെന്നും കരുതുന്ന ചില അധികാര ഗർവുകൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ വാർത്ത. ആദ്യമായി നമുക്ക് ഈ വിഷയത്തിലെ വ്യക്തിയെയും സംഭവ സ്ഥലത്തെയും കുറിച്ച് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. കോട്ടയം രാഷ്ട്രീയത്തിൽ ഏറെ പരിചയസമ്പന്നനായ, പൊതുരംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് സജി മഞ്ഞക്കടമ്പിൽ. സാധാരണക്കാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് പരിചയമുള്ളൊരു വ്യക്തി. കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങിയവ ഉത്തരവാദിത്തപ്പെട്ട നിരവധി ജനപ്രതിനിധി പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം താമസിക്കുന്ന കരൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പോണാട് ഈസ്റ്റ് പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം വലിയൊരു റോഡ് തടസ്സം നിലനിന്നിരുന്നു. അതിനടുത്ത് താമസിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തി തൊഴിലുകൊണ്ട് ഒരു അഭിഭാഷകനാണ്. പൊതുവഴിയിലൂടെ ഒഴുകി പോകേണ്ട സ്വാഭാവിക ആ ഒരു ഒഴുക്കുചാൽ മതിൽ കെട്ടി അടച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആ ചാൽ അടച്ചതോടെ മഴ പെയ്യുമ്പോൾ വഴിയിലാകെ മുട്ടോളം വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. കാൽനട യാത്രക്കാർക്കോ ഇരുചക്ര വാഹനങ്ങൾക്കോ ഇതുവഴി കടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു ദിവസം ഈ സജി മഞ്ഞക്കടമ്പിൽ തന്റെ സ്കൂട്ടറിൽ ഇതുവഴി വരുമ്പോൾ വെള്ളക്കെട്ടിൽപ്പെട്ട് വാഹനം കേടായി നിലച്ചുപോയി. ഒരു പൂർവ്വ ജനപ്രതിനിധി എന്ന നിലയിലും നാട്ടുകാരൻ എന്ന നിലയിലും ജനങ്ങളുടെ കഷ്ടപ്പാട് നേരിട്ടറിഞ്ഞ അദ്ദേഹം ആ ചാലിലെ തടസ്സം മാറ്റി കെട്ടിക്കിടന്ന വെള്ളം ഒഴുക്കിവിടാനായി തീരുമാനിച്ചു. അത് അദ്ദേഹം പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. സജി ആ വെള്ളക്കെട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല, ആരെയും കയ്യേറ്റം ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സജി അവിടെ വെള്ളക്കെട്ട് പൊളിച്ചു മാറ്റുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും അതോടൊപ്പം തന്നെ പരാതിക്കാരായിട്ടുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുകാരും കൃത്യമായി മൊബൈൽ ഫോണുകളിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദൃശ്യങ്ങളും ഡിജിറ്റലായി റെക്കോർഡ് ചെയ്യപ്പെട്ടൊരു സംഭവം. അതിൽ ഒരു വാക്ക് പോലും ആരെയും അധിക്ഷേപിക്കുന്നതായിട്ടോ മോശമായി പെരുമാറുന്നതോ അങ്ങനെയുള്ള യാതൊരു ദൃശ്യങ്ങളുമില്ല. എന്നിട്ടും എന്താണ് സംഭവിച്ചത്? വെള്ളക്കെട്ട് തുറന്നു വിട്ട് മണിക്കൂറുകൾക്കകം പാലാ പോലീസ് സജിക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നു. ആരോപണം എന്താണെന്നോ? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ തെറിവിളിച്ചു എന്നും വസ്ത്രം പൊക്കി കാണിച്ചു, അപമാനിച്ചു എന്നൊക്കെ. ചിന്തിച്ചു നോക്കൂ. നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ, സ്വന്തം മൊബൈൽ ക്യാമറകൾ ചലിച്ചുകൊണ്ടിരിക്കെ ദീർഘകാലമായി പൊതുരംഗത്തുള്ള ഒരു വ്യക്തി വസ്ത്രം പൊക്കി കാണിച്ചു എന്നൊക്കെ പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ? അതുകൊണ്ടും തീർന്നില്ല. കേസ് ശക്തമാക്കാൻ വേണ്ടി അതിൽ പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയുടെ പേര് കൂടി കൂട്ടിച്ചേർത്ത് നേരിട്ട് പോക്സോ വകുപ്പ് തന്നെ ചാർത്തി കൊടുത്തു. ഇവിടെയാണ് ഭരണപക്ഷത്തിന്റെയും അധികാരവർഗത്തിന്റെയും എല്ലാം അതിര് കടന്ന ദുർവിനിയോഗം നമ്മൾ കാണുന്നത്. ഇതിലെ പരാതിക്കാരൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. കേരളം ഭരിക്കുന്നത് UDF ആണ്. അധികാരവും പണവും കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വക്കീൽ പദവിയും രാഷ്ട്രീയ സ്വാധീനവും ഒപ്പം ഉണ്ടെങ്കിൽ തങ്ങൾക്കെതിരായി നിൽക്കുന്ന ഏത് മനുഷ്യനെയും ഇല്ലാത്ത കേസിൽ കൊടുക്കാമെന്ന ഗർവമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഈ ആടിനെ പട്ടിയാക്കുക, പിന്നെ ഇതിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്നൊരു പഴയ ചൊല്ലുണ്ട്. കൃത്യമായി അത് തന്നെയാണ് ഇവിടെയും നടപ്പാക്കാൻ ശ്രമിച്ചത്. ഒരു ചാല് തുറന്നത് വലിയൊരു കുറ്റകൃത്യമാക്കി മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കേസിന് വീര്യം കൂട്ടാൻ വേണ്ടി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും പോക്സോയും എടുത്തു വീശി. നിയമം എന്നത് ഒരു സാധാരണക്കാരന് നീതി ഉറപ്പാക്കാനുള്ളതാണ്. അല്ലാതെ സ്വന്തം വീടിന് മുന്നിലെ സ്വാഭാവിക ആ ചാൽ അടച്ചുപൂട്ടി നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നവർക്ക് അതിനെ ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദനാക്കാനുള്ള വ്യക്തിഗത ആയുധമല്ല. ഒരു പരാതി പോലീസിൽ എത്തുമ്പോൾ, പ്രത്യേകിച്ച് പോക്സോ പോലെയുള്ളൊരു അതീവ ഗൗരവമുള്ള വകുപ്പുകളൊക്കെ ഉൾപ്പെടുന്ന പരാതി വരുമ്പോൾ പ്രാഥമികമായൊരു അന്വേഷണം നടത്താൻ പാലാ പോലീസ് തയ്യാറായോ? അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് ഒരു വാക്ക് ചോദിച്ചോ? പ്രതിപക്ഷത്തോ പരാതിക്കാരോ പകർത്തിയ എന്ന് പറയുന്ന ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കാൻ പോലീസ് തയ്യാറായോ? ഇല്ല. പരാതി കിട്ടിയ ഉടൻ തന്നെ യാതൊരുവിധ അന്വേഷണവുമില്ലാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങി FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു.
പാലാ പോലീസിന്റെ ഈ ഒരു നടപടി കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള നടപടിയല്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥയോടും പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളി തന്നെയാണ്. ഇതിനിടയിൽ ചില മാധ്യമങ്ങളെയും ഓൺലൈൻ ചാനലുകളെയും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങളും അഴിച്ചുവിടാനും ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോവുകയാണിവർ. ഒരു പ്രമുഖ പ്രാദേശിക ഓൺലൈൻ ചാനൽ ഇതിനെ ചിത്രീകരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? മഹാനായ പാരമ്പര്യമുള്ള കുടുംബാംഗങ്ങളെ അപമാനിച്ചു, കോൺഗ്രസ് നേതാക്കൾ പ്രകോപിതരായി എന്നൊക്കെ പറഞ്ഞ് വലിയ രാഷ്ട്രീയ തരംഗം സൃഷ്ടിക്കാനാണ് ശ്രമം നടന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അവിടെ ഒരു രാഷ്ട്രീയ പ്രകോപനവും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി അവിടെ ഒരു ബന്ധമേ ഇല്ല. അവിടെ ഒരു കോൺഗ്രസ് നേതാവും വന്ന തടസ്സം ഉണ്ടാക്കിയിട്ടുമില്ല. സജി മഞ്ഞക്കടമ്പിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് ഇതാണ്: ഇതിൽ എനിക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല എന്ന്. കേസ് കൊടുത്തയാൾ കോൺഗ്രസ്സുകാരനോ കേരള കോൺഗ്രസ്സുകാരനോ BJP-കാരനോ CPM-കാരനോ ആകട്ടെ, ഇനി രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ മകനാകട്ടെ, നാട്ടിലെ പൊതുവഴിയിൽ അതിക്രമം കാണിച്ച് വെള്ളം ബ്ലോക്ക് ചെയ്താൽ അത് ഞാനും നാട്ടുകാരും ചോദ്യം ചെയ്യും, ആ വെള്ളം തുറന്നു വിടും. എത്ര വ്യക്തവും ശക്തവുമായ നിലപാടാണിത്! പൊതുജനത്തിന്റെ വഴി തടസ്സപ്പെടുത്തുന്ന നീതികേടിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലകൊള്ളുക എന്നതാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകന്റെ കടമ. ആ കടമ നിർവഹിച്ചതിനാണ് സജി മഞ്ഞക്കടമ്പിൽ എന്ന വ്യക്തിക്ക് പോക്സോ കേസ് സമ്മാനമായി ലഭിച്ചത്. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും അപകടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തുല്യനീതി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം. അയൽവാസിയോടോ ശത്രുവിനോടോ ഏതെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടായാൽ വീടുകളിലെ സ്ത്രീകളെയോ പെൺകുട്ടികളെയോ മുന്നിൽ നിർത്തി ഇല്ലാത്ത കഥകളൊക്കെ ചമച്ച് കൂട്ടത്തിൽ നമ്മുടെ അധികാരം നമ്മുടെ കയ്യിലും കൂടി ഉണ്ടെങ്കിൽ അത് ഏത് വിധേനയും ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കുറ്റവാളിയാക്കപ്പെടുന്ന ഒരവസ്ഥ. പോലീസ് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ കേസെടുക്കുമ്പോൾ തകരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അവൻ വർഷങ്ങളോളം കൊണ്ട് കെട്ടിപ്പടുത്ത മാനവും അന്തസ്സുമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകാൻ ഉണ്ടാക്കിയ നിയമങ്ങൾ ഇതുപോലെ വ്യക്തിവൈരാഗ്യം തീർക്കാനും വ്യാജ പരാതികൾ നൽകാനും ഒക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ നാളെ യഥാർത്ഥത്തിൽ അതിക്രമങ്ങൾക്കിരയാകുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥ വരും. എല്ലാവരെയും സംശയത്തിന്റെ ദൃഷ്ടിയോടെ കണ്ടു തുടങ്ങും. നിയമത്തിന്റെ വിശ്വസനീയത തന്നെയാണ് ഇവിടെ തകരുന്നത്. സജി മഞ്ഞക്കടമ്പിനെതിരെ ഉയർന്ന ആരോപണം കേവലം വ്യാജമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലും നാട്ടുകാരുടെ കയ്യിലും കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുണ്ട്. വീഡിയോ ദൃശ്യങ്ങളിൽ സത്യം വ്യക്തമായി കാണാനും സാധിക്കും. എന്നിട്ടും രാഷ്ട്രീയ കണ്ണടയിലൂടെ കാര്യങ്ങളെ കാണുന്ന പോലീസും അധികാര ശക്തികളും സത്യത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ്. ഈ അനീതിക്കെതിരെ സജി മഞ്ഞക്കടമ്പിൽ ഒടുവിൽ ഒരു ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നീതി തന്നെയാണ് ആവശ്യപ്പെടുന്നത്, നമുക്ക് നീതി തന്നെയാണ് വേണ്ടത്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ്. തീർച്ചയായും നമ്മൾ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്നേ തീരൂ. കാരണം നമുക്കും നാളെ ഇതേപോലുള്ള അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.